our mother tongue is Malayalam. Sir, as we are from Kerala, our mother tongue is Malayalam. The students are not familiar with the languages such as Hindi and English. Our mother tongue is Malayalam. So, can you provide... Why are you presenting in Hindi then? So, they have prepared somewhat in Hindi. Okay, we understand English very well. We are okay with English. That is okay. So, English is more preferred, I think. That is okay. the students are comfortable with their mother tongue, that is Malayalam. I'm from Kerala. If you want, you can present in Malayalam. Okay, sir. Thank you so much. So they will be presenting in Malayalam. Okay, perfect. Okay, sir. Okay, we will update you then. Oh, No, sir. I will translate for you. okay, sir. Thank you so much. Okay. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാർ. ഞാൻ അനിരുദ്ധ്, ഇതെന്റെ ഫ്രണ്ട് തൻസീർ. ഞങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്മോക്ക് ആൻഡ് ഗ്യാസ് ഡിറ്റക്ടർ ആണ്. ഇത് ഗ്യാസ് തുടങ്ങിയ വാതകങ്ങളെ ഡിറ്റക്ട് ചെയ്യും. അവയുടെ സാന്നിധ്യം മനസ്സിലാക്കി നമ്മളുടെ ജീവൻ നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. Okay, sir. They have created a smoke and gas detector. Yes, sir. And I'm just translating. They have created a smoke and gas detector. It will help detect these gases and help save lives. That's what they have said. എന്തെങ്കിലും കാണിക്കാൻ എന്തെങ്കിലും ഉണ്ട് സർ. അവന്റെ ഫംഗ്ഷൻ കാണിക്കുന്നുണ്ട്. ഇത് മൂലം നമുക്ക് കുറെ ആൾക്കാരെ ജീവൻ രക്ഷിക്കാൻ, ഇപ്പൊ തീപിടുത്തം ഉണ്ടായ നമ്മൾ കുറെ ആൾക്കാർ പുക ശ്വസിച്ച് മരിക്കും. ഈ തീ കാരണം മുകളിലേക്ക് പുക ഉയർന്നിട്ട് റൂമിൽ ഫുള്ള് നിറയും. ഇവർക്ക് 3-ാം നിലയൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇവർക്ക് ചാടി രക്ഷപ്പെടാനും പറ്റില്ല. ആ ഒരു അവസ്ഥയിലാവുമ്പോ നമ്മൾ കണ്ടെത്തിയ ഒരു ഗാഡ്ജറ്റാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഉറങ്ങുന്ന ഒരാളാണ് വിചാരിക്കുക, പക്ഷെ ഇപ്പൊ സ്മോക്ക് വന്ന് അടിഞ്ഞിട്ട് ഇവർക്ക് ശ്വാസം കിട്ടാതെ ആവുമ്പോ ഈ സ്മോക്ക് കുറച്ച് സ്ഥാനീയതം തന്നെ അറിയുമ്പോ ഇത് ഡിറ്റക്ട് ചെയ്യും. ഇപ്പൊ ഉറങ്ങുന്ന ഒരാളാണെന്ന് വെച്ചാൽ അവരെ ഈ സൗണ്ട് കൊണ്ട് നമുക്ക് നീപ്പിക്കാനും പറ്റും. ഇപ്പൊ കണ്ണ് കാണാത്ത ആളാണെന്ന് വെച്ചാൽ സൗണ്ട് നല്ലൊരിതാണ്. ഇപ്പോ ചെവി കേൾക്കില്ല, അവർക്ക് ഈ LED ലൈറ്റും പറ്റുന്നതാണ്. ഈ LED ലൈറ്റ് കത്തുമ്പോ ഇവർക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു അപകടം ഉണ്ട്, അപ്പൊ രക്ഷപ്പെടാം. പിന്നെ ഒരു റൂമിൽ ഒരു പാരഷൂട്ട് വീതം വെച്ചാൽ 3-ാം നിലയൊക്കെ ആവുമ്പോ അപ്പൊ ഓരോരുത്തർക്ക് രക്ഷപ്പെടാൻ സുഖമായിരിക്കും. ഇനി ഞങ്ങൾ ഇതിന്റെ വർക്കിംഗ് കാണിച്ചു തരാം സാറേ. സ്മോക്ക് കൊടുക്കുകയാണ്. അപ്പൊ നമ്മള് സ്മോക്കിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അപ്പൊ അതാ സൗണ്ട് ബസർ അടിച്ചപ്പോ ഇപ്പൊ സ്മോക്കിന്റെ സാന്നിധ്യം അറിഞ്ഞു. ഇനി സ്മോക്കിന്റെ സാന്നിധ്യം പോയാ ഇത് നോർമൽ രീതിക്കാവും. ഇനിയിപ്പോ ഗ്യാസിന്റെ ഇതുണ്ടെങ്കിൽ ഇപ്പൊ ഗ്യാസ് ലീക്ക് ആവണമെങ്കിൽ ഗ്യാസിന്റെ ഇതറിഞ്ഞാ ഇത് അലാറം അടിക്കാൻ തുടങ്ങും. അലാറം അടിച്ചോ ഓരോരുത്തർക്കും ഇപ്പൊ ഗ്യാസ് ആണോ സ്മോക്ക് ആണോ അതൊക്കെ ലീക്ക് ആവണമെങ്കിൽ നമുക്ക് അറിയാനും പറ്റും, അവർക്ക് രക്ഷപ്പെടാനും പറ്റും. കുറെ ആൾക്കാരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാനും പറ്റും. ഇത് ഞങ്ങൾ ചിന്തിക്കാൻ കാരണം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ബാഹുല എന്ന് പറയുന്ന ഒരാളുണ്ട്. അവര് വിദേശത്ത് പോയിട്ട് ഈ ഫ്ലാറ്റിൽ താമസിക്കായിരുന്നു. പക്ഷെ കുവൈത്തിലായിരുന്നത്. ഈ കുവൈത്തിൽ അടിയിൽ തീപിടുത്തം ഉണ്ടായിട്ട് ഈ പുക ഉയർന്നിട്ട് ഈ ഇദ്ദേഹത്തിന്റെ റൂമിൽ കടന്നു. കുറെ ആൾക്കാരങ്ങനെ മരിച്ചു. ഈ ഇദ്ദേഹം മരിച്ചു അങ്ങനെ ഈ പുക ശ്വസിച്ചിട്ട്. ഈ വിഷമത്തിൽ ഞങ്ങള് ആദ്യം ഞങ്ങൾ രണ്ടാളും സംസാരിച്ചു. എന്നിട്ട് അത് വീട്ടിൽ സംസാരിച്ചു. പിന്നെ ടീച്ചറോട് ചോദിച്ചു. പിന്നെ ഇത് വയറിംഗ് ഒക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ച് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ 7-ാം ക്ലാസ്സിൽ ഒരു പാഠമുണ്ട്, വൈദ്യുതിയുടെ ലോകം. ആ പാഠത്തിൽ കൂടെ ഞങ്ങളൊന്ന് സഞ്ചരിച്ചു. പിന്നെ ടീച്ചർമാരോട് ചോദിച്ചു. എന്റെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി അർഡിനോ യൂണോടെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏട്ടന്റെ സഹായം തേടി. ഇതൊക്കെയാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കാൻ ചെയ്തത്. ഏത് ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിൽ 7th സ്റ്റാൻഡേർഡ്. ഓക്കെ, അവ ഞാനൊന്ന് ബാക്കിയുള്ള ജഡ്ജസ് ഒന്ന് ഇംഗ്ലീഷിൽ പറയട്ടെ. ഒരു സെക്കൻഡ്. നീരജ് സർ, സന്ദീപ് സർ, try to convey what they have covered. So they have this is smoke and gas detector. So basically they had experienced a scenario when
was staying in a flat in Kuwait, and there was a fire in the ground floor, and that led to a lot of casualties and one person being dead. And that is what inspired them to do something in this site. So basically what they have done is it will detect smoke, and it has an option for alarm and LED light. These are two indicators of that the smoke is there. And then they have also added a gas detection, the cooking gas detection. That also will give an alarm and a signal that there is a leak in this. So this is a basic system they've created. They have taken support of their teachers and mentors to build this prototype using Arduino. And yeah, that's what they have presented. Okay. So how much fund they need? എത്രയാണ് ഫണ്ട്, ഒരു എമൗണ്ട് വേണ്ടത് നിങ്ങളുടെ ഈ പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യാനായിട്ട്? സാർ ഇത് ചെറുതുണ്ടാക്കാൻ ചെറിയ പൈസ ഒരു 2000 രൂപ ആ റേറ്റേ ഉള്ളൂ. പക്ഷെ ഇനിയിപ്പോ ഓരോ റൂമിലും സെറ്റ് ചെയ്യുമ്പോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 12000 ആ റേറ്റ് വരും. പിന്നെ ഈ ബസർ മാറ്റണം, MQ2 സെൻസർ, ഇതൊക്കെ ഒന്ന് ഹൈ പവർ കൂടിയത് വാങ്ങിച്ചു വെക്കണം. എന്നാലേ ഇപ്പൊ നല്ല പുക വന്നിട്ട് ആളുകൾക്ക് നിറയില്ല. പിന്നെ റൂമല്ലേ, ഇതിപ്പോ നമ്മൾ ചെറിയ ഒരു മോഡൽ ഉണ്ടാക്കിയതാണ്. ഇത് ചെറിയ പൈസ ഉള്ളൂ, ഇത് 2000. വലുതുണ്ടാക്കുമ്പോ നമുക്ക് ഈ MQ2 സെൻസർ ഒക്കെ മാറ്റണം. ഈ MQ2 സെൻസർ, മിനി ബ്രെഡ് ബോർഡ്, ഈ Arduino Uno, ബാറ്ററി, ഈ ബസർ,